യൂണിഫോം ഇട്ട നിങ്ങൾ പോലും കറക്റ്റായിട്ട് നിയമം പാലിക്കുന്നില്ല. നിങ്ങളുടെ അധികാരം നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്. ആ MLA കൂടെ ചേർന്ന് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ പോലെയല്ല. ഐ ആം എ റെസ്പോൺസിബിൾ സിറ്റിസൺ. ഞാൻ ആരാണെന്നുള്ളത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പോകാം. പ്ലാൻ സക്സസ് സാർ. അഭിരാമിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. ഇയാൾ ആ സെല്ലിൽ അടച്ചേക്കേ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സാർ? എന്താ, നിനക്ക് മുഹൂർത്തമായില്ലേ? നിന്റെ സമയം ശരിയല്ല, അതുകൊണ്ടാ നിനക്ക് ഒന്ന് ഒപ്പിടാൻ കഴിയാത്തത്. ഞങ്ങളുടെ സമയം എന്തിനാ പാഴാക്കുന്നത്? നമസ്കാരം സാർ. സാറെന്താ വീണ്ടും വന്നത്? ഈ അഭിറാം കറക്റ്റ് സമയത്തിന് വന്ന് ഒപ്പിട്ടില്ല സാർ. സാറ് ജാമ്യം നിന്നത് വെറുതെ ആയിപ്പോയി. അതുകൊണ്ടാ വീണ്ടും അറസ്റ്റ് ചെയ്തത്. പരിഭ്രമിക്കേണ്ട SI. ഞാനിപ്പോ വന്ന് അഭിറാമിന് വേണ്ടിയല്ല, എന്റെ സഹോദരി വസുന്ധരയ്ക്ക് വേണ്ടിയാ. പറയൂ. ഏതോ ഒരു ചെയിൻ സ്നാച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ കഴുത്തിൽ കിടന്ന താലി മോഷ്ടിച്ചോണ്ട് പോയി സാർ. കംപ്ലൈന്റ് എഴുതിക്കോ സാർ. അതിന്റെ ആവശ്യമില്ല. അയാൾ അങ്ങനെ ചെയിൻ മോഷ്ടിക്കുന്ന ആളുമല്ല. നിങ്ങളാണ് വെറുതെ തെറ്റിദ്ധരിച്ച് അയാളുടെ പുറകെ ഓടിയത്. അയാൾ ചെയിൻ സ്നാച്ചർ അല്ലെങ്കിൽ പിന്നെ ഞാൻ അയാളെ ഓടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? കംപ്ലൈന്റ് എഴുതുന്നുണ്ടോ ഇല്ലയോ? അത് കംപ്ലൈന്റ് എന്താ? കംപ്ലൈന്റ് എടുത്തു കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഓർത്തിട്ടാണോ? അവനെ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ MLA പേര് പറയുന്നുള്ളത് കൊണ്ടാണോ? MLA പ്ലാനില് നിങ്ങളൊരു കണ്ണിയായതുകൊണ്ടാണോ? എന്താ നീ സംസാരിക്കുന്നത്? നാടകം കളിക്കരുത് SI. ഞാൻ അന്നേ പറഞ്ഞതാ, അടുത്ത് വരാൻ പോകുന്ന എന്റെ ഗവൺമെന്റ് ആണെന്ന്. ഇപ്പൊ താൻ ഇവരെ കഷ്ടപ്പെടുത്തിയ പിന്നീട് താൻ ദുഃഖിക്കേണ്ടി വരും. ഇപ്പൊ ഞാനിവരെ സഹായിക്കാൻ വന്നതുപോലെ അപ്പൊ തന്റെ പാർട്ണർ തന്നെ സഹായിക്കാൻ വരില്ല. മര്യാദയ്ക്ക് അഭിരാമിനോട് ഒപ്പിട്ട് വാങ്ങിച്ചു വിട്ടേക്ക്. ഇല്ലെങ്കിൽ എന്റെ പ്രവർത്തകർ അയാളെ പൊക്കിക്കൊണ്ട് വരും. മീഡിയയും ഞാൻ വിളിച്ചു വരുത്തും. തന്റെ കള്ളത്തരങ്ങൾ വെളിച്ചത്ത് വരികയും ചെയ്യും. സോറി സർ. സോറി പറയേണ്ടത് എന്നോടല്ല, അഭിറാമിനോടാ. നന്ദിയുണ്ട് ചേട്ടാ. വീണ്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പറയരുത്. നീ ചെയ്ത പ്രവൃത്തിയുടെ പ്രത്യുപകാരം മാത്രമാണിത്. ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് വരട്ടെ അഭിറാം. സർ, എക്സ്ക്യൂസ് മീ. കറക്റ്റ് സമയത്താ വന്നത്. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. എടോ SI, വീണ്ടും താനിവരെ ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ, ഇലക്ഷൻ വരുന്നവരെ ഞാൻ ക്ഷമിക്കില്ല. തന്റെ SP എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. തന്നെ ഏതെങ്കിലും ഫോറസ്റ്റ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലാക്കിയാ കൊള്ളാം. സർവീസിലിരിക്കുമ്പോ ഒരു തവണയെങ്കിലും കറക്റ്റായിട്ട് ഡ്യൂട്ടി ചെയ്ത് റിട്ടയർ ആവുമ്പോ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ എങ്കിലും ഉണ്ടാവും. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ വീട്ടിലുള്ളവരെ MLA സപ്പോർട്ട് ചെയ്യുന്നേ, അവരോട് ആദ്യം പോയി പറയും. വീട്ടിൽ ജയിച്ചാലേ നാട്ടിൽ ജയിക്കാൻ പറ്റൂന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ഇതും. നിങ്ങളും കൂടെ ചേർന്ന് ഇനി വേറെ ആരൊക്കെ MLA കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ ഇൻസ്പെക്ടർ. നന്മ ജയിക്കാനും തിന്മ തോൽക്കാനും. സാറിന് മാറാനും 2 ദിവസം കൂടെ ഉള്ളൂ.
നന്മയുടെ ഭാഗത്ത് നിൽക്കണോ തിന്മയുടെ ഭാഗത്ത് നിൽക്കണോ എന്നുള്ളത് സാറിന്റെ ഇഷ്ടം. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. വസുന്ധരൻ, ഛേ, ഒരു ഭാഗത്തായി MLA-യുടെ ശല്യം, ഇവിടെ ഇയാളുടെ ശല്യം. ഈ രണ്ടുപേർക്കിടയിൽ ഞാനാ കഷ്ടപ്പെടുന്നേ. എന്തായാലും MLA-ക്ക് ഫോൺ ചെയ്ത് പറയാം. ഈ സമയം കൊണ്ട് അബിയുടെ ജാമ്യം റദ്ദായി കാണും. അഭിയേട്ടൻ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് കാണും. അവിടുന്ന് അഭിയേട്ടൻ കോർട്ടിലേക്കും പിന്നെ ജയിലിലേക്കും പോകും. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ചുമ്മാ നിക്കേട്ടാ, കയ്യിലെ പൊടിയൊക്കെ തട്ടിക്കളയാ. അതെ അച്ഛാ, അതെ അതെ. നാണമില്ലേടാ നിനക്ക്? അഭി ജയിലിലേക്ക് പോയാൽ നിനക്ക് സന്തോഷമാണല്ലേ? എന്റെ ഭർത്താവിന്റെ ചെകിടത്തടിക്കുന്നു അച്ഛാ. മരുമകളായി നിന്നെ തല്ലുന്നത് ശരിയല്ലല്ലോ മോളെ. അഖിലെന്താ കൊച്ചുകുട്ടി എങ്ങനാണോ ഏട്ടാ? തൊട്ടേനും പിടിച്ചേനും ഇങ്ങനെ അടിക്കാൻ. മുതിർന്ന നിങ്ങൾ എന്താ ഇളയമ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവരോടൊപ്പം ചേർന്ന് അബിയെ കൊടുക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്യുവാണോ? നിങ്ങൾക്കൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ? അഭിയെക്കാളും നിങ്ങൾക്ക് ഇപ്പൊ വലുത് MLA ആണോ? മനുഷ്യനാണെങ്കിൽ മാത്രമേ ഇവർക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. മൃഗമായിട്ട് ജനിക്കേണ്ടവനായിരുന്നു, എങ്ങനെയോ മാറി മനുഷ്യനായി പോയി. അഭി വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ 3 പേര് മറുപടി പറയേണ്ടി വരും. ഞാൻ തന്നെ കഴുത്തിന് പിടിച്ച് വീടിന് വെളിയിലാക്കും. അബിയുടെ നല്ല മനസ്സുകൊണ്ടാടാ നമ്മളൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. വസുവിന്റെ ക്ഷമാശീലം ഒന്നുകൊണ്ട് മാത്രമാ നമുക്കിപ്പോഴും ഈ വീട്ടിൽ കഴിയാൻ പറ്റുന്നേ. തെറ്റുകൾ ഒരുപാട് ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ ശരിയെന്ന് എനിക്കറിയാം. വേണ്ടെങ്കിൽ ആ MLA-യുമായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട. അബി നമുക്ക് വേണ്ടി നല്ലതേ ചെയ്യൂ. എത്ര മോശപ്പെട്ടവനായാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നല്ലവനായി മാറും. നിങ്ങളും അങ്ങനെ മാറണം, എങ്കിലേ നിങ്ങളുടെ ഭാവി നന്നാവൂ. അഭിയാണ് ഞങ്ങളുടെ ലോകം. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളാരും ജീവനോടുണ്ടാവില്ല. സൂക്ഷിച്ചോ. എവിടെയോ ഇടിവെട്ടി ഇവിടെ മഴ പെയ്യുന്നത് പോലെ നമ്മുടെ മേത്തോട്ട് കയറിയിട്ട് പോകുന്ന എന്തിനാ? ആ അബിയെ വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ജോലിക്കാരെ തന്നെ ഇരിക്കണം. മാത്രമല്ല അച്ഛൻ നിന്നെ ഇങ്ങനെ അടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നത് വരെ നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടേയിരിക്കും. MLA അങ്കിളിനോട് പറഞ്ഞ് വേഗം അമേരിക്കയിലേക്ക് പോകാം. ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇപ്പൊ തന്നെ MLA-യോട് സംസാരിക്കാം. ഹലോ അഖിൽ മോനെ, എനി ഗുഡ് ന്യൂസ്? നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി സാർ. ഈ സമയം അഭിയേട്ടൻ അറസ്റ്റിലായി കാണും. അവിടുന്ന് നേരെ ജയിലിലേക്കും കൊണ്ടുപോകും. ഞാനാണ് പ്ലാൻ ചെയ്തതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്കിളുടെ പ്ലാൻ നമുക്ക് മനസ്സിലാകും. വളരെ ഇന്റലിജന്റ് ആയിട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രശംസിക്കുന്നതിൽ ഞങ്ങൾ 3 പേർക്കും വാക്കുകളില്ല MLA സാർ. നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? ദൈവമാണെങ്കിൽ പിന്നെ വരമൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല സാർ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം. അതെ അങ്കിൾ, നമുക്കിവിടെ താമസിക്കാനേ പറ്റുന്നില്ല. വഴക്കും അപമാനവും മാത്രമല്ല, ഇപ്പൊ തല്ലും കിട്ടി തുടങ്ങി. എനിക്ക് ഇനിയൊരു കല്യാണം നടക്കില്ലെന്ന് ആ മാതാജി പറഞ്ഞിട്ട് പോയിരിക്കുക. ഞാൻ അമേരിക്കയിൽ പോയി അവിടുന്ന് ഒരു സായിപ്പിനെ കല്യാണം കഴിച്ച് ആ ഫോട്ടോ ഞാൻ മാതാജിക്ക് അയച്ചു കൊടുത്ത് അവരുടെ മുഖത്ത് ഞാൻ കരുതേക്കും. അതൊക്കെ ചെയ്യാം. അഭി ജയിലിലേക്ക് പോയ ഉടനെ കയ്യൊപ്പും വാങ്ങി നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് എല്ലാവരെയും അമേരിക്കയിലേക്ക് അയക്കാം. താങ്ക് യു MLA സാർ, താങ്ക് യു. അമ്മേ, സാർ 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 സാറിനൊരു ബാഡ് ന്യൂസ് ഉണ്ട് സാർ.
എന്താടോ ബാഡ് ന്യൂസ് ഇത്ര ഹാപ്പി ആയിട്ട് പറയുന്നേ? അത് അഭിരാമിനൊരു ഗുഡ് ന്യൂസ് അല്ലേ സാർ? ആ അഭിറാം ഇപ്പൊ അറസ്റ്റിലായില്ലേ? അവന്റെ ജാമ്യവും റദ്ദായി. ഇനി അവന്റെ ജീവിതത്തിൽ എന്താ ഒരു ഗുഡ് ന്യൂസ്? ഇല്ല സാർ, ഇപ്പോഴാണ് SI ഫോൺ ചെയ്ത് പറഞ്ഞത് നമ്പ്യാർ സാർ വന്ന് അഭിരാമിനെ പുറത്തിറക്കിയെന്ന്. സത്യമാണോ? സാറിന്റെ കള്ള വാഗ്ദാനങ്ങളാണ് സത്യം. ഈ സമയം അഭിറാം വീട്ടിൽ പോയിരിക്കും. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ അഭി. നിന്നെ അറസ്റ്റ് ചെയ്യുമെന്നും നീ ജയിലിലേക്ക് പോകുമെന്നും ആരൊക്കെയോ ഇവിടെ പറഞ്ഞു കേട്ടപ്പോ ഞാനാകെ വിഷമിച്ചു പോയി മോനെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. പ്രതിപക്ഷ നേതാവ് നമ്പ്യാർ സാറ് എന്നെ ഹെൽപ്പ് ചെയ്തു. വസുന്ധര അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ റിലീസ് ചെയ്തു. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ആ MLA പോലെ ചീത്ത മനുഷ്യരെ കൂടാതെ നമ്പ്യാർ സാറിനെ പോലെ നല്ല മനസ്സുള്ളവരും ഉണ്ട് മോളെ. എല്ലായിടത്തും നല്ലവരും ചീത്ത ആൾക്കാരും ഉണ്ടച്ചാ. നമ്മുടെ വീട് പോലെ. എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? അഭി ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇല്ലാതെ ഏട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷമായി. അഭിയേട്ട എപ്പോ വീട്ടിലേക്ക് വരുമെന്ന് ഞങ്ങളും ആശയോടെ കാത്തിരുന്നു. അഭി വീട്ടിലേക്ക് വരുമ്പോ ഒരു ഉത്സവം നടക്കുന്ന പ്രതീതിയാ. ഈ പറയുന്നതൊക്കെ വെറും വാക്കുകൾ മാത്രമാണോ അതോ മനസ്സറിഞ്ഞ് പറയുന്നതാണോ? മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് ഇവര് ജീവിതത്തിൽ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭാവനെ? ഞങ്ങളെന്താ അത്രയ്ക്ക് കൊള്ളില്ലാത്തവരാണോ എടുത്തി? വേണ്ടപ്പെട്ടവരെ പോലെ നടക്കുന്നുണ്ടോ നിങ്ങൾ? ആഹാരം തന്ന് അഭയം തന്നവർക്ക് കുഴി തൊണ്ടുകയാണല്ലേ നിങ്ങൾ? വെറുതെ ഓരോന്ന് പറയില്ല അച്ഛാ. ഒരു തവണ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? ഇയാൾക്ക് ഇപ്പൊ തന്നെ എന്നെ വിളിക്കണമായിരുന്നോ? ആരാടാ ഫോൺ ചെയ്യുന്നത്? ഏതോ കമ്പനിയിൽ നിന്ന് വിളിക്കുന്ന ഏട്ടാ. ഫോൺ കട്ട് ചെയ്യുന്നു സാർ. ഒന്നുകൂടെ വിളിക്കണോ? ഏത് കമ്പനി അഖിൽ? MLAയുടെ കമ്പനിയാണോ? അല്ല എടുത്തി. നിക്കൽ ഫോൺ എടുത്ത് സാർ. ഹലോ അഖിൽ മോനെ. അഖിലല്ല, അഭിറാം. ഹലോ അഭിറാം, സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് വന്നോ? ഞാൻ സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു തെമ്മാടി മറ്റൊരു തെമ്മാടി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എല്ലാ പുന്നാര മക്കൾക്കും പണി കൊടുക്കാനുള്ള സമയം അടുത്തു വന്നിരിക്കുക. ആരെക്കുറിച്ച് സംസാരിക്കുന്നേ? തനിക്കറിയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനും അഖിലും തമ്മിൽ എന്ത് കോണ്ടാക്ട് ആണ് ഉള്ളതെന്നും എനിക്കറിയാം.
എന്ത് നടക്കുന്നു? ഞാനൊരു പരിചയത്തിന്റെ പുറത്താ ഫോൺ ചെയ്തത്. അതിനെ തെറ്റായി കാണരുത്. താൻ എന്തിനാ ഫോൺ ചെയ്തെന്ന് എനിക്കറിയാം. തൻ്റെ അടുത്തുനിന്ന് എൻ്റെ അനിയനെ അനിയത്തിയും എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏത് കേസിലാണോ താൻ എന്നെ അകത്താക്കിയത്, അതേ കേസിൽ തന്നെ ഞാൻ തന്നെ പൂട്ടിയിരിക്കും. തൻ്റെ അധികാരമില്ലാതാക്കി തൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ച് തൻ്റെ ലീഡർ സ്ഥാനത്ത് നിന്ന് വോട്ടർ സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുവരും. എന്നെ പരാജയപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല അഭിറാം. ഞാൻ കരയിൽ സിംഹം, കടലിൽ നീലത്തിമിംഗലം, ആകാശത്തിലെ കഴുകൻ. എന്നാൽ ഞാനൊരു മനുഷ്യനാണ്. ഈ ലോകത്ത് മനുഷ്യനാണ് ബലശാലി. സ്ഥലം, ജലം, വായു, അങ്ങനെ എല്ലാം തൻ്റെ കൈവശമാണുള്ളത്. ഇനി ഞാൻ അടിക്കാൻ പോകുന്ന ഓരോ അടിയും എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് താൻ കണ്ടോ. ഇങ്ങ് താ ഏട്ടാ. MLA വിളിക്കുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഏട്ടാ. നീ പറയുന്ന സത്യായിരുന്നെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നിന്റെ സ്വന്തം ഏട്ടനല്ലായിരിക്കാം, എന്നാ നീ എനിക്ക് സ്വന്തം അനുജൻ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെയർ ചെയ്യുന്നത്. നീ എന്നെ വിട്ട് അകന്നു പോയാലും എനിക്ക് സാരമില്ല. എന്നാ ആ MLA പോലുള്ളവരായിട്ടുള്ള കൂട്ട് വേണ്ടടാ. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, നിന്നോടുള്ള സ്നേഹം വെച്ചാ ഞാൻ പറഞ്ഞ. ചെറുപ്രായത്തിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാനും ഏട്ടനും വെറുതെ നോക്കി നിൽക്കില്ല. നിന്നെ ഉപദ്രവിച്ചാൽ ഞങ്ങളും പോയി തിരിച്ച് ഉപദ്രവിച്ചിട്ട് വരും. ഏട്ടൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീയും ഞാനും പോയി അവരോട് വഴക്കുണ്ടാക്കുമായിരുന്നു. കഷ്ടത്തിലായിരുന്നപ്പോൾ പോലും നമ്മൾ ഒരുമിച്ചായിരുന്നു. സന്തോഷം ഉണ്ടായപ്പോൾ നമ്മളത് ഒരുമിച്ച് പങ്കുവെച്ചു. ആ കാലമൊക്കെ നിന്റെ മനസ്സിലുണ്ടാവണമെങ്കിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും നമ്മൾ ഒരിക്കലും പിരിക്കാൻ പാടില്ല. അത് ഇനിയും നമ്മളെ ബലപ്പെടുത്തണം. നമ്മൾ അങ്ങനെ ഇരിക്കണമെന്നാണ് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ആകാമെങ്കിൽ ഒരുമിച്ചിരിക്കാന്ന് ലക്ഷ്മണനോട് രാമന് പറയേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല അഖിൽ. പക്ഷെ ഇപ്പൊ നിന്റെ ഏട്ടന് ആ അവസ്ഥയുണ്ടായി. നിന്റെ കുട്ടിക്കാലത്തെ ജീവിതത്തെക്കാളും വലുതൊന്നും അല്ലല്ലോ അമേരിക്കയിലെ ജീവിതം. എന്തൊക്കെയായിരുന്നാലും സ്വന്തക്കാരോടും ബന്ധുക്കളോടും ഒപ്പം ജീവിക്കുന്നതല്ലേ സന്തോഷം. ചേട്ടനായാലും അനിയനായാലും മകനെ പോലെ ആയാലും അത് നീയാ. ഒന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ രാഷ്ട്രീയ ഭാവിയെല്ലാം നശിപ്പിച്ച് ലീഡർ സ്ഥാനത്ത് നിന്ന് വോട്ടർ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഇനി ഞാൻ അടിക്കാൻ പോകുന്ന ഓരോ അടിയും എങ്ങനെയാണെന്നുള്ളത് കാത്തിരുന്ന് താൻ കണ്ടോ. എടോ PA, എന്താ സാർ? ആ അഭിറാമിന് എന്തൊരു അഹങ്കാരമാ, എന്ത് ധാർഷ്ട്യം.
എനിക്ക് വാണിംഗ് തരുന്നു. അഭിരാമനുള്ളത് അഹങ്കാരവും ദേഷ്യമൊന്നും അല്ല സാർ, സാമർഥ്യവും ധൈര്യവുമാണ്. ഇനി പറയ്. എന്നെ സാർ ഇപ്പൊ അടിച്ചില്ലേ, അതുപോലെയല്ലേ അഭിരാം സാറിനെ അടിച്ചത്. സാറ് തന്നെ പറയും. അഭിരാമിന് സാറിനോടുള്ളത് പ്രതികാരോ ദേഷ്യമോ, അതല്ല ധൈര്യമോ സാമർഥ്യമോ? ഞാൻ സമ്മതിക്കില്ല. അവന് എന്നേക്കാൾ പവർഫുൾ ആകാൻ ഞാൻ സമ്മതിക്കില്ല. അവന് ധൈര്യം കൊടുക്കുന്നത് ആ നമ്പ്യാരല്ലേ? ആ നമ്പ്യാർ ആരാടാ? ഇതാണ് പറഞ്ഞത് അഹങ്കാരവും ധൈര്യവും എന്ന്. നമ്പ്യാർ സാറ് പ്രതിപക്ഷ നേതാവാ. സാറിനേക്കാൾ കൂടുതൽ കാലം അധികാരത്തിലുണ്ടായിരുന്ന ആളാ. അടുത്ത ഇലക്ഷനിൽ സാറ് തോറ്റാലും നമ്പ്യാർ സാർ അധികാരത്തിൽ വരും. നീ ഞാനൊഴികെ എല്ലാരെയും പുകഴ്ത്തുവല്ലേ? ഞാൻ സത്യമാണ് പറഞ്ഞത് സാറേ. നമ്പ്യാർ സാറിനെ അറിയുന്നതിന് മുമ്പ് തന്നെ അഭിരാമിനും സാറിനും പ്രശ്നം ഉണ്ടായിരുന്നു. ആരുടെ മുഖം നോക്കി ധൈര്യം ഉണ്ടാക്കേണ്ട ആവശ്യം അഭിരാമിനില്ല സാറേ. എന്താടോ ചെയ്യാൻ പറയുന്നേ? അവന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് എന്റെ പ്രതികാരം ഞാൻ മറക്കണോ? അങ്ങനെ ചെയ്ത സാറിന് നല്ലതാ, മനസമാധാനത്തോടിരിക്കാം. എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ മരിക്കുന്നതാ നല്ലത്. അത് ഇനിയും നല്ലതാ, പ്രശ്നമേ ഉണ്ടാവില്ല. സോറി സാർ.